പാപികളും ബലഹീനരുമായ നമ്മെ നമ്മുടെ അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുകാരാകുവാൻ ഒരവസരം കൂടി അനുവദിച്ച അവിടുത്തെ കാരുണ്യത്തെ വാഴ്ത്തിക്കൊണ്ട് ഈ തിരുക്കർമ്മങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതനായി തീർന്നിടാം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി, താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാം, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാം. സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാണി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി, മാതൃക ഞാനേകി.
ബലിപീഠത്തിൽ ഏകിടുന്നു ഞാൻ. ഏകാന്ത ശൂന്യമാ എന്റെ ജീവിതം, നിറമിഴിപ്പൂക്കളും സങ്കടങ്ങളും അവിടുത്തെ കാസയിൽ ഏകിടുന്നു ഞാൻ. ദൃശ്യലോകമെന്നപ്പോൾ അദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാഥന ഏക ദൈവമേ, വിശ്വസിപ്പു മധ്യരാ ഞങ്ങളങ്ങയിൽ. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ദൈവമേ ആരുണ്ടീ ലോകെ, അങ്ങേനല്ലാതെ വേറെയില്ലെന്നാശ്രയം. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, യോവിധി യാത്രയിൽ എൻ്റെ ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ. സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യപാഠേയമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാ മാ
പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവിൻ. ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വഴികളെ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മനുജരെ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ. സാദരം കൈകൾ കോർത്ത് നിരന്നിടുവിൻ. യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആർക്കുമേ ജീവനേ സ്വന്തമേ അങ്ങേ